പ്രീ കോവിഡിന് മുമ്പ് നമുക്കൊരു മെഡിക്കൽ വന്ന് ഒരു 3-4 ദിവസം ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായിട്ട് വരുന്നൊരു ഡിസീസ് വന്നു കഴിഞ്ഞാൽ മേ ബി ഒരു 15,000 20,000 ഒക്കെ ആയിരുന്നു ഒരു യൂഷ്വൽ ഹോസ്പിറ്റൽ ബില്ല് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് കോവിഡ് കഴിഞ്ഞതോടുകൂടെ നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരു കാര്യമായ കുതിച്ചുചാട്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. സെയിം ഒരു ഡിസീസ് വന്ന് ഇന്നത്തെ കാലത്ത് ഒരു 5-6 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ പോലും മിനിമം 60,000 തൊട്ട് 70,000 വരെയൊക്കെ ആയിരിക്കും ഒരു മിനിമം ബില്ല് എന്ന് പറയുന്നത്. അതായത് പ്രീ കോവിഡുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ 5-6 മടങ്ങ് വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും ഈ 5 to 6 അല്ലെങ്കിൽ 7% ഇൻഫ്ലേഷൻ, ആവറേജ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഈ മെഡിക്കൽ എക്സ്പെൻസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പലപ്പോഴും മിസ്ഗൈഡഡ് ആണ്. ആവറേജ് മെഡിക്കൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഡബിൾ ഡിജിറ്റിലാണ്, 10 മുതൽ 15% വരെയാണ്. അത് മേ ബി ലക്ഷറി സെഗ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഹൈ എൻഡ് ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നതെങ്കിൽ 15%, അല്ലെങ്കിൽ നോർമൽ ഒരു മീഡിയം ലെവൽ ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിൽ 10 to 12% ആവറേജ് ഹെൽത്ത് കെയർ എക്സ്പെൻസ് ഇൻക്രീസ് ആയി വരുന്നത്. അപ്പോൾ മിനിമം 20 മുതൽ 25 ലക്ഷം വരെയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഓരോ ഫാമിലിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. എന്നാൽ ഇത് 2 രീതിയിൽ ഒരു ഫാമിലിക്ക് ഒബ്റ്റെയിൻ ചെയ്യാവുന്നതാണ്. ഒന്ന് ഒരു 10 lakh അല്ലെങ്കിൽ 5 to 10 lakh വരെയുള്ള ഒരു ബേസിക് പോളിസി എടുക്കാം. അതിന് പുറമെ ഒരു 15 lakhൻ്റെയോ 20 lakhൻ്റെയോ ഒരു ടോപ്പ് പോളിസി ആയിട്ട് എടുക്കാം. ഇങ്ങനെ എടുക്കുന്നതിലൂടെ പ്രീമിയത്തിൽ ഒരു ഗണ്യമായ കുറവ് വരുത്താൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ സ്ട്രൈറ്റ് അവേ നമുക്ക് 25 lakhൻ്റെ ഒരു പോളിസി എടുത്ത് ഒരു ഫാമിലിയെ സെക്യൂർ ചെയ്യാൻ പറ്റും. ഈ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് യോജിച്ചത് ഏതോ അതുപോലെ പ്രീമിയം ഒക്കെ കൺസിഡർ ചെയ്ത് ഏതാണ് അവർക്ക് അനുയോജ്യമായി വരുന്നത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്.